ശരിക്കും നിങ്ങൾ ഒഫീഷ്യലി കല്യാണം കഴിച്ചതാണോ? അതെ അതെ, അതൊന്നും കൂടെ തരാമോ? ഇതാണ് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. എവിടെ വെച്ചാൽ കാണിച്ചു. അപ്പം ഇതാണ് ജിനു ചേട്ടനും തനു ചേച്ചിയും കല്യാണം കഴിച്ചു എന്നുള്ളതിന്റെ ഒഫീഷ്യൽ മാരേജ് സർട്ടിഫിക്കറ്റ്. കല്യാണം കഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ പറയുന്നതിനുള്ള ആദ്യത്തെ തെളിവാണിത്. ഇനി ചേച്ചി, നിങ്ങൾ ഒഫീഷ്യലി ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടോ? ഇല്ല, ആയിട്ടില്ല. തിരുവനന്തപുരത്ത് ജില്ലാ കുടുംബ കോടതിയിൽ ഞങ്ങളുടെ ചെലവിന്റെ കേസ് നടന്നു. അതിന് വിധി വന്നു. അയാളുടെ മകളല്ലെങ്കിലും ഭാര്യ അല്ലെങ്കിലും അങ്ങനെ ഒരു വിധി വരും. എന്റെ ശ്വാസം അവളില്ലാതെ കൊണ്ട് പറ്റില്ല. ആ കുഞ്ഞിനെ എന്നെയും ചേർത്തിട്ടാണ് അത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ പറയുന്നത്. ഞാൻ എന്റെ മോൾ എന്ത് തെറ്റാ ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ജിനു കോട്ടയം അതുപോലെ തന്നെ തനുജ എന്ന് പറയുന്ന രണ്ടുപേരെ പറ്റി പറയാൻ തന്നെയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഫാമിലി ഇഷ്യൂ തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും. ജിനു കോട്ടയം എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഇപ്പോഴും TV ഷോകളിലൂടെ കാണുന്നത് തന്നെയാണ്. അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായി ഒന്നിച്ച് താമസിക്കുകയാണ് എന്ന് തനുജ പലപ്പോഴായി നമ്മളോട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് തന്നെയാണ്. എന്തായാലും തനുജയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് തന്നെയാണ് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയിട്ടുള്ളത്. ആ സ്ത്രീയുടെ ചരിത്രവും അതുപോലെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. എന്തു തന്നെ ആയാലും തനുജയെയും മകളെയും ഉപേക്ഷിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ വളരെയധികം വിഷമം തോന്നുന്ന ഒരു വിഷയം തന്നെയാണ് തനുജ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ജിനു കോട്ടയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. സ്വന്തം മകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ അമ്മയെ ഇപ്പോൾ ക്രൂശിക്കുന്നത് എല്ലാവരും കൂടി. കോടതി വഴി കുട്ടിക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഉത്തരവ് വന്നിട്ട് പോലും ജിനു കോട്ടയം അതിന് വഴങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തം ചോരയിലുണ്ടായ കുട്ടിയെ അവഗണിച്ചുകൊണ്ടാണ് ജിനു കോട്ടയം ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകളെ നിർത്തി തന്നെ DNA ടെസ്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തത് കണ്ട ഒരു വീഡിയോ നമ്മളെ തനുജയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി തന്നെ നമ്മൾ കണ്ടതാണ്. ജിനു കോട്ടയം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയും DNA ടെസ്റ്റ് ആവശ്യപ്പെടുന്നത് സ്വന്തം മകളെ തൻ്റേത് തന്നെ ആണോ എന്ന് അറിയണം എന്നുള്ള ഒരു വാദം അന്ന് നടന്നത്. സ്വന്തം മകളെ നിർത്തി ഇങ്ങനെയൊക്കെ പറയാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറയാൻ അവസരം കൊടുത്ത ജിനുവിനെ പറ്റി നമ്മൾ കൂടുതൽ വിലയിരുത്തേണ്ടതില്ല. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെ വേണം പറയാൻ. 25% IQ കുറവുള്ള ഒരു കുട്ടിയാണ് തനുജയ്ക്കും അതുപോലെ തന്നെ ജിനുവിനും ഉള്ളത് എന്ന് തനുജ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. വളരെ വിഷമം തോന്നുന്ന ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് തനുജ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം മകളെ നോക്കാൻ ഒരു ജോലിക്ക് പോകാൻ പോലും കഴിയാതെ പോവുക, തനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ജിനു കോട്ടയം തന്നെ ഒഴിവാക്കി വിടുന്ന രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ഞങ്ങൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങളെ എന്തിനിങ്ങനെ വേട്ടയാടുന്നു? ജിനു കോട്ടയവും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളും തന്നെയാണ് എനിക്കെതിരെ പല വീഡിയോകളും ഇപ്പൊ ചെയ്യുന്നത്. സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതൊരമ്മക്കായാലും വിഷമം തോന്നും. അത് തന്നെയാണ് തനുജയും പറഞ്ഞിട്ടുള്ളൂ. പലരും ഇപ്പോൾ അതിലെ കമന്റുകളായിട്ട് വരുന്നത് ഇവർക്ക് സ്വന്തമായി ജീവിച്ചുകൂടെ, വേണ്ടാത്ത ഒരാളെ എന്തിനു വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. അമ്മയ്ക്കുള്ള പോലെ തന്നെ അവകാശങ്ങളും അല്ലെങ്കിൽ കടമകളും അച്ഛനുമുണ്ട് എന്ന് പലരും മറന്നു പോകുന്നു. സ്വന്തമായി കുട്ടിയെ നോക്കിക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കുട്ടിയെ വെച്ച് അവർക്ക് ജോലിക്ക് പോകാൻ ചിലപ്പോൾ കഴിയുന്നുണ്ടാവില്ല. അവർക്കൊരു കൈസഹായത്തിന് പോലും വേറെ ആരും ഇല്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു വാടക വീട്ടിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥയും അതുപോലെ തന്നെയാണ്. ഒരു തരത്തിലും അവർക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് മാത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് വരുന്നത്. എന്തായാലും ജിനു ചെയ്തത് വളരെ മോശമായ പ്രവൃത്തി തന്നെയാണ്. അതിനുള്ള ഫലം അയാൾക്ക് തന്നെ കിട്ടുമെന്നുള്ളത് പുള്ളി ഓർക്കുന്നില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പുതിയ ഭാര്യയെ പറ്റിയും കുട്ടിയെ പറ്റിയും ഒക്കെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ ഭാര്യ തന്നെ അയാളെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ ഒരു വീഡിയോയാണ് ഇറക്കിയിട്ടുള്ളത്. ഈ ജിനുവിന്റെ ഇപ്പോഴത്തെ ഭാര്യ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇയാളെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് തനുജയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടുവരാം. അപ്പൊ ആദ്യത്തെ ഭർത്താവിന്റെ നല്ലതായിട്ടല്ലേ എനിക്ക് 2 പിള്ളേരുണ്ടായത് അല്ലേ? ആദ്യത്തെ ഭർത്താവ് നല്ലതായിട്ടല്ലേ എനിക്ക് 2 പിള്ളേരുണ്ടായത്. എൻ്റെ മൂത്ത മോൻ നല്ല കളറാണ്. എൻ്റെ എക്സ് ഹസ്ബൻഡ് നല്ല വെളുത്തിട്ടാണ്. ഇപ്പം എനിക്കൊന്ന് ഇച്ചിരി കറുത്തിട്ടൊക്കെ ഉണ്ട്. നല്ല വെളുത്ത. എൻ്റെ മൂത്ത മോൻ നല്ല കളറാണ്. ഇളയ മോൻ എൻ്റെ കുട്ടി കുറച്ച് ബ്ലാക്കാണ്. എൻ്റെ ആദ്യത്തെ കെട്ടിയവൻ നല്ല പരിപാടിയും പ്രോഗ്രാമും ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് 2 പിള്ളേരുണ്ടായത്. ആ പിള്ളേർ അതുപോലെ തന്നെ ഉണ്ടായി നല്ല നല്ല മിടുക്കി കുഞ്ഞുങ്ങളാണ്. ഒരു അംഗവൈകല്യം ഇല്ലാതെ നല്ല മിടുക്കരായിട്ടുണ്ടായ 2 കുഞ്ഞുങ്ങളാണ്. അയാളുടെ നല്ല പരിപാടി ആയിട്ടാണ്. എന്തായാലും ജിനു കോട്ടയത്തിന്റെ ഇപ്പോഴത്തെ പങ്കാളി ഇത്തരം തരം താഴ്ന്ന രീതിയിൽ അദ്ദേഹത്തിനെ തന്നെ തരം താഴ്ത്തുന്നതായിട്ട് തന്നെയാണ് വീഡിയോസിലുള്ളത്. എന്തായാലും തനുജയെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരമ്മ എന്ന രീതിയിലും അതുപോലെ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിലും അവർ മുന്നോട്ട് പോവാനാണ് ശ്രമിച്ചിട്ടുള്ളത്.
കൂടെ ഇല്ലെങ്കിൽ പോലും ഭർത്താവിനെ ഒരിക്കലും തനൂജ നെഗറ്റീവ് ആക്കാനല്ല ശ്രമിച്ചിട്ടുള്ളത്. സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛൻ വേണമെന്ന് മാത്രമാണ് വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ കുട്ടിക്ക് ചെയ്യേണ്ട കടമകൾ അച്ഛൻ ചെയ്യണം എന്നുള്ള രീതിയിലുമാണ് തനൂജ മുന്നോട്ട് വന്നിട്ടുള്ളൂ. എനിക്കെന്തായാലും ഈ ഒരു വിഷയത്തിൽ തനൂജയുടെ കൂടെ നിൽക്കാനാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.